ലെസണുകളുടെ മുർക്കി ഉർഫ് ബുലാക്കിയാണ് ലെസൺ 10 ആണ്. അതായത് മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറഞ്ഞ ലെസണാണ്. അത് എഴുതിയിരിക്കുന്നത് അമൃത പ്രീതം എന്ന കവിയാണ്. അദ്ദേഹം അതായത് പഞ്ചാബിയിലും ഹിന്ദിയിലും വിഖ്യാതമായൊരു ലേഖികയായിരുന്നു അമൃത പ്രീതം. അവരുടെ ഉപന്യാസം, കഹാനിയും, കവിത, സംസ്മരണം ഇതെല്ലാം എല്ലാ ക്ഷേത്രത്തിലെ ആത്മകഥാ ക്ഷേത്രമേ അപ്നി പഹചാൻ ബനായി. വളരെയധികം ഫേമസ് ആയൊരു വ്യക്തി കൂടിയായിരുന്നു അമൃത പ്രീതം. അവരെന്താണ്, സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകളുടെ വിഷമങ്ങളും വേദനകളുമാണ് അത് എന്തൊക്കെ അനുഭവിക്കുന്നു സ്ത്രീകൾ, അത് ഒരു സ്ത്രീയുടെ കഥയിലൂടെ ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് हमारे समाज की बहुत सारी स्त्रियाँ ज़िंदगी के विभिन्न मोड़ों पर निरालंब जीवन जीने के लिए विवश बन जाती है. ऐसे एक നാരി की കഹാനി പഠേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിരാലംബ ജീവിതം ജീവിക്കാൻ വിവശരാകുന്നു. അപ്പോൾ അത്തരം ഒരു സ്ത്രീയുടെ കഥയാണ് ഈ സ്റ്റോറിയിലൂടെ കവി പറയുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ്. മാ മുർക്കി കപ്പ് ब्याह कब हुआ था, मैंने तो कभी उसके पति को देखा नहीं. लेटा हुआ कुमार चौंक कर बैठ गया और कहने लगा, मैं तो जब से पैदा हुआ हूँ मुर्गी तो यही देखा है अपने घर इसकी पिछली कोठरी में. അപ്പോൾ അമ്മേനോട് മകൻ ചോദിക്കുകയാണ്. മകൻ കുമാർ എന്നാണ് പേര്. അപ്പോൾ അവൻ വലുതായി. അപ്പോൾ അവൻ അമ്മേനോട് ചോദിക്കണേണ്, മുർക്കിയുടെ വിവാഹം എന്നായിരുന്നു അമ്മേന്ന്? ഞാൻ ഇതുവരെയും അവരുടെ ഭർത്താവിനെ കണ്ടിട്ടേയില്ല. അപ്പോൾ കിടന്നിരുന്ന കുമാർ ഞെട്ടി എഴുന്നേറ്റിട്ട് പറയാൻ തുടങ്ങി. ജനിച്ച നാൾ മുതൽ ഞാൻ മുർക്കിയെ ഈ വീട്ടിൽ പിന്നിലെ ഈ മുറിയിലാണ് കാണാറ്. അവൾ കുഞ്ഞിലേ തുടങ്ങി ആ ഒരു പെണ്ണിനെ കാണാറുണ്ടായി. മുർക്കി ആ വീട്ടിലെ ബാക്കിലെ ഒരു റൂമിലാണ്. അപ്പോൾ ആ ഭാഗ്യഹീനയുടെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ്, ഉസ് ബാഹിക്ക ഹി പ്യാ ഹുവാദ. അപ്പോൾ ആ ഭാഗ്യഹീനയുടെ വിവാഹം നടന്നപ്പോൾ നീ ചെറുതായിരുന്നു. അപ്പോൾ നിനക്ക് 4 വയസ്സ് മാത്രമേ ഉണ്ടായ സമയത്തായിരുന്നു മുർക്കി ഈ വീട്ടിലേക്ക് കയറി വന്നത്. അവർ സസുരാൽ ഗെയ്തി. അപ്പോൾ അവർ ഭർത്തഗൃഹത്തിൽ പോയിരുന്നില്ലേ എന്ന് ചോദിക്കണേണ് കുമാർ. സസുരാൽ കഹാദ ന കോയി ജന്മിനെ വാല ഓർ ന കോയി സഹേജനെ വാല. അപ്പോൾ അത് ഭർത്തൃഗൃഹം എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാനോ മറ്റോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മാ മുജെ സാരി ബാത്ത് സുന. അമ്മ എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞതാ. അപ്പം അങ്ങനെ അമ്മേനോട് കുമാർ ചോദിക്കുന്നതാണ്. കുഞ്ഞിലേ കണ്ടതാണ് ആ മുർക്കി എന്ന സ്ത്രീയെ. അപ്പം ഞാൻ ജനിച്ചപ്പോൾ, അതായത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ ആ വ്യക്തിയെ, ആ സ്ത്രീയെ കാണാറുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ കഥ എന്താണെന്നുള്ളത് അമ്മേനോട് ചോദിക്കണേണ്. അപ്പോൾ അമ്മേനോട് ചോദിക്കുമ്പോൾ അമ്മ കഥ പറയാൻ തുടങ്ങി. അപ്പോൾ അമ്മ കഥ പറയാൻ തുടങ്ങി. ഇസ്കാ ബാപ്പ് ഹമാരെ ഘർ കാ ബഹുത് പുരാന नौकर था. तो जब पैदा हुआ उसने मेरे आगे विनती की कि गांव में उसकी स्त्री मर गई है. അപ്പം എന്താ, ഇവളുടെ പിതാവ് നമ്മുടെ വീട്ടിലെ പഴയ ഒരു വേലക്കാരനായിരുന്നു ഈ മുർക്കിയുടെ. അപ്പം അയാളുടെ ഭാര്യ മരിച്ചപ്പോൾ മകൾ ഇളയച്ചൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു, ഇയാളുടെ മകള്. ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ മകളെ ഇവിടെ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. और उसकी लड़की बड़ी चाची के पास अकेली रहती है. अगर मैं मान जाऊँ तो वह अपनी लड़की को यहाँ ले आए, वो तुझे खिलाया करेगी और रोटी खा लिया करेगी. അപ്പം നിന്നെ കളിപ്പിക്കാനും ഭക്ഷണം നൽകാനും അവൾ സഹായിക്കും എന്ന് ആ കുട്ടിയുടെ അപ്പൻ പറഞ്ഞു. ഫിർ പിന്നെ എന്താണെന്ന് ചോദിക്കുക കുമാർ. मैंने शुक्र किया कि मुझे हाथ का सहारा मिल आएगा. वह लड़की को गाँव से ले गया. मुश्किल से 12 वर्ष की होगी तब. बड़ी मासूम सी मातृ ही. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എന്താണ്, ഒരു സഹായകമാകുമല്ലോ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അയാൾ ആ പെൺകുട്ടി ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്നു. കഷ്ടിച്ചൊരു 12 വയസ്സ് പ്രായം വരും. നിഷ്കളങ്കയായ ഒരു മാതൃഹീന. എനിക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമായെന്ന് പറയണം. मुझे बड़ी भाली लगी जब आई. इसने काली सलवार पहन रखी थी. शरीर पर हरे रंग का कुर्ता था. बदन से दुर्बल थी पर रंग बहुत सफ़ेद. नैन नक्शा भी सुंदर. कानों में चांदी की मुर्कियाँ पहनी थी और नाक में सोने का छोटा सा फुलक. അപ്പം മുർക്കീനെ വർണ്ണിച്ചേക്കണേ. മുർക്കി വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അവൾ ഒരു 12 വയസ്സൊരു പ്രായമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. എനിക്ക് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. വന്നപ്പോഴത്തേക്ക് എന്താണ്, കറുത്ത സൽവാറാണ് ധരിച്ചിരുന്നത്. പച്ച നിറത്തിലുള്ള കുർത്തയായിരുന്നു. ദുർബലമായൊരു ശരീരവുമായിരുന്നു. പക്ഷേ വെളുത്ത നിറം, സുന്ദരമായ കണ്ണുകളും ആകൃതിയും. ചെവിയിൽ വെള്ളിക്കമ്മൽ ധരിച്ചിരുന്നു. മൂക്കിൽ ചെറിയ സ്വർണ്ണ മുക്കൂത്തിയും. ഇതായിരുന്നു മുർക്കി വന്നപ്പോൾ കണ്ട രൂപം, ആ കുട്ടി ധരിച്ചുകൊണ്ട് വന്നത്. ഫിർ കുമാറിനെ ഉത്സുകതാസെ പൂച്ച. പിന്നെ കുമാർ ഉത്സാഹത്തോടെ ചോദിച്ചു, തുജത്ത് वो अपने हाथों से
നഹി ഗിലാത്തി തീ അപ്പനി ജാൻ സെ ഖിലാത്തി തീ. എന്താണ്, നിന്നെ കൈകൊണ്ടല്ല മറിച്ച് ഹൃദയം കൊണ്ടാണ് അവൾ ഊട്ടിയിരുന്നത്. तो उसका पीछा नहीं छोड़ता था, कभी तो उसकी मुर्गियाँ सो मुट्ठी भर लेता था और कभी उछल उछल कर उसके बुलाक को पकड़ता था. मैं प्यार से कभी उसको मुर्गी बुलाती थी, कभी बुलाकी. അപ്പോൾ നീ എപ്പോഴും അവളുടെ പിന്നാലെ തന്നെയായിരുന്നു. സന്തോഷത്തോടെ തന്നെ നീ അവളുടെ കമ്മലിൽ പിടിച്ചിരുന്നു, ചിലപ്പോൾ മുക്കൂത്തിയിലൊക്കെ പിടിച്ച് വലിക്കുമായിരുന്നു. ഞാൻ അവളെ സ്നേഹത്തോടെ മുറുക്കി എന്ന് പറഞ്ഞാൽ കമ്മൽ, ബുലാക്കി എന്ന് വെച്ചാൽ മുക്കൂത്തി എന്നിട്ടാണ് വിളിച്ചിരുന്നത്. മാ ഈ മുറുക്കി और ബുലാക്കി നാം തൂനെ രക്കാതെ. അപ്പോൾ കുമാർ ചോദിക്കണം, ഈ രണ്ട് പേരുകളും അമ്മയാണോ നൽകിയത്? അമ്മ പറയാണ്, ഹാ മേനി ഹി ഇസ്കെ നാം രഖേ ദേ പർ ന ജാനെ കോൺ സെ വക്ത് രഖേ ദേ. എന്താണ്, അതെ, പക്ഷേ ഏത് നേരത്താണാവോ ഈ പേരുകൾ നൽകിയത്? ക്യോം, എന്തെന്ന് ചോദിക്കുകയാണ്. वह जब बड़ी हुई 16 वर्ष की 17 वर्षों की उसको खूब रूब चढ़ गया. मैं दांतों तले जीभ देकर कहती थी, ही मुर्गी इसके कानों में पड़ेगी और इसकी नाव के बुलाक की तरफ चमकेगी. അപ്പോൾ അവൾ വലുതായി 16-17 വയസ്സായപ്പോഴത്തേക്കും വളരെ സുന്ദരിയായിരുന്നു ആ കുട്ടിയെ കാണാൻ. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞിരുന്നു, നീ ആരുടെ കാതിലാണ് അണിയുക, ആരുടെ മൂക്കിലാണ് മുക്കുത്തി പോലെ തിളങ്ങുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുമാർ ഇത് കേട്ടപ്പോൾ എന്താണ്, മുസ്കുരായ മീൻസ് ചിരിച്ചു. बड़े सुंदर पहाड़ी गीत गाती थी, उड़ते पंछी भी खड़े हो जाते थे. അവൾ നല്ല മധുരമായി നാടൻ പാട്ടുകളൊക്കെ പാടിയിരുന്നു. അപ്പോൾ ആരെയും അതിശയിപ്പിക്കുന്നവ ആ രീതിയിലുള്ള പാട്ടുകളാണ് പാടിയിരുന്നത്. ഫിർ പിന്നെ इसके बाप ने अपने गांव में बड़ी कहीं इसका रिश्ता कर दिया, इन लोगों ने लड़कियों के रुपये लेते. അപ്പം അവളുടെ പിതാവ് ഗ്രാമത്തിൽ നിന്ന് അവൾക്ക് കല്യാണാലോചനയുമായിട്ട് വന്നു. ഇവരുടെ ഇടയിൽ ഈ പെൺകുട്ടികൾക്കൊക്കെ പൈസ വാങ്ങിയിരുന്നു. ലടുക്ക അച്ചാദ, അതായത് നല്ല പയ്യനായിരുന്നു. അച്ച കിസ്ലിയെ ഹോനാദ ധൂജാദ, അതായത് എന്ത് പറയാൻ, രണ്ടാം ഘട്ടമായിരുന്നു. ധൂജ മീൻസ് രണ്ടാം ഘട്ടമായിരുന്നു. ധൂജ ക്യാ ഹോത്താ ഹേമാൻ. അപ്പം കുമാർ ചോദിക്കുകയാണ്, രണ്ടാം ഘട്ടം എന്നാൽ എന്താണ് അമ്മയെന്ന് ചോദിച്ചു. ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ, അപ്പം ആദ്യത്തെ ഭാര്യ മരിച്ചിരുന്നു. ഫിർദോസ്കി ബഹുത്ത് ഉമ്ര ഹോഗി, അയാൾക്ക് നല്ല പ്രായം വരും അല്ലേ അമ്മയെന്ന് ചോദിക്കുക. ബഹുത്ത് ഭീതി और उसमें और भी अवगुण दे, न जाने आँखों में कोई नुक्स था, मुझे पूरी तरह पता नहीं, पर तक पैसे वाला तभी तो उसने ज़्यादा पैसे दिए थे. നോക്കിയാൽ അപ്പം അതായത് പ്രായക്കൂടുതൽ മാത്രമല്ല മറ്റു ദോഷങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു. കണ്ണുകൾക്കൊക്കെ എന്തോ ദോഷം ഉണ്ടായിരുന്നു. എനിക്ക് മുഴുവൻ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ല ധനാഢ്യനായിരുന്നു. കുറേ പൈസ പിതാവിന് കൊടുത്തിരുന്നു ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി, രണ്ടാം ഘട്ടമായതുകൊണ്ടാണ്. പിന്നെ വീണ്ടും ചോദിക്കുകയാണ് അടുത്തത്, ബാപ്പ് ने जब बात पक्की की, एक रात ही रात में एक शहरी लड़के के साथ भाग गई. അപ്പം എന്താണ്, പിതാവ് കല്യാണം ഉറപ്പിച്ച അന്ന് അവൾ പട്ടണത്തിലെ ഒരു പയ്യൻ്റെ കൂടെ ഓടിപ്പോയെന്ന് പറയും. वो कौन था? കുമാർ ചോദിക്കുക. അവൾ ആരായിരുന്നു, അവൻ ആരായിരുന്നു? मैंने तो देखा नहीं, पर खुद ही बताती थी, वो बड़ा चबीला लड़का था. പക്ഷേ ഞാനൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ സുന്ദരനായിരുന്നെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഹമാരി ഇസി ഷഹർ കാ ഹി ഹോഗ, അപ്പോൾ നമ്മുടെ ഈ പട്ടണത്തിലെ പയ്യനാണോ എന്ന് ചോദിച്ചു. इसी शहर का, इसी बस्ती का बड़े बाजार में जो होटल है वही काम करता था, केक बनाता था. അതേ ഈ പട്ടണത്തിലെ ഇതേ കോളനിയിലെ വലിയ മാർക്കറ്റിലെ ഹോട്ടലിൽ കേക്ക് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ആ പയ്യൻ്റേത്. ഫിർ പിന്നെ 4 महीने उसके साथ किसी शहर में रही, उसने घर बनाया, जो कुछ पासदा लगा दिया, मोटे मोटे चांदी के खड़े दे, गले में चांदी की जंजीर दी, तेरी वर्षगांठ पर मैंने इसको सोने की अंगूठी दे दी, एक बार बालियाम दे दी, उसने सब बेच कर घर की वस्तुएं खरीदी. അപ്പം എന്താണ്, 4-5 മാസം അവൻ്റെ ഒപ്പം ഏതോ പട്ടണത്തിലൊക്കെ താമസിച്ചു. മുറുക്കി കയ്യിലുണ്ടായിരുന്നെല്ലാം ഉപയോഗിച്ച് അവൾ വീടൊക്കെ ഉണ്ടാക്കി. നല്ല കനമുള്ള വെള്ളിവാള, വെള്ളിമാല, നിൻ്റെ ജന്മത്തിൽ ഞാൻ കൊടുത്ത സ്വർണ്ണമോതിരം, പിന്നെ കമ്മൽ, ഇതെല്ലാം വിറ്റിട്ട് വീടിനുള്ള സാധനങ്ങളൊക്കെ അവൻ വാങ്ങിച്ചു. और फिर പിന്നെയോ फिर कोई और स्त्री उसकी नज़र में बैठ गई, वो इसको किसी गांव में दशहरे का मेला दिखाने के लिए ले गया. പിന്നെ വേറെ ഏതോ സ്ത്രീയിലായി അവൻ്റെ ശ്രദ്ധ. അപ്പോൾ ഏതോ ഗ്രാമത്തിൽ ദസറ ആഘോഷത്തിന് ഇവളെയും കൂടെ കൊണ്ടുപോയി. രാത്രി സത്രത്തിൽ ഉറങ്ങുമ്പോൾ അവളുടെ സാരി തുമ്പിൽ കെട്ടിയിരുന്ന വീടിൻ്റെ താക്കോൽ എടുത്തിട്ട് അവൻ സ്ഥലം വിട്ടു, ഞാൻ മറ്റേ പെണ്ണുമായിട്ട്.
അവളെ ആ സത്രത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. രാത്രിക്കോ സരായമേ कोई सोई हो गया चलते घर की चाबी खोल कर ले गया इसको वही സരായ में ही छोड़ देते. ഈ പെൺകുട്ടി അതായത് മുറുക്കിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പെണ്ണെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണെ കൂടി ഇവൻ പോയി കളഞ്ഞു. कुमार ने अपना निचला होठ अपने दांतों से दबाया और फिर क्रुद्ध होकर कहने लगा इसने ढूंढा नहीं उसको. അപ്പം കുമാർ ഇത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു അന്വേഷിച്ചില്ലേ അവനെ എന്ന് ചോദിക്കുക. അപ്പം कहते थी मन के सौदे में जब उसका मन ही मुकर गया तो फिर तन को क्या ढूंढना था. അപ്പം പറയുക മനസ്സിന് ഇഷ്ടമില്ലേ ശരീരം അന്വേഷിച്ചിട്ട് എന്താ ഫലം. അവൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന്. കമാൽ കി ഔരത്ത് തി അത് വിചിത്രയായ സ്ത്രീ തന്നെയാണ്. एक बात इसने अच्छी की किसी दयालु का व्यक्ति से राह का भाड़ा लेकर लौट आई नहीं तो ना जाने कहाँ भटकती थी. അപ്പോൾ അവൾ നല്ലൊരു കാര്യം ചെയ്തു. ഏതൊരു നല്ല മനുഷ്യൻ്റെ കയ്യിൽ നിന്നും വഴിച്ചിലവിനൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അല്ലെങ്കിൽ അളഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടാലും തിരിച്ച് മുറുക്കി അതായത് ഈ കുമാറിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. യഹാ ഹമാരെ ഘർ ആകെ ഇവിടേക്ക് തന്നെ വന്നു എന്ന് വയ്ക്കുക. ഹാ യഹി ഹമാരെ ഘർ കിസ്ലിയെ അപ്പനെ ഘർ अपनी इसी कोठरी में मैंने जिस दिन इसको ये कोठरी दी थी इसके साथ वायदा किया था कि मैं अपने जीते जी इसको कभी काम से जवाब नहीं दूंगी और न मेरा कुमार जवान होकर इसको कभी इस कोठरी में निकालेगा. അപ്പം എന്താണ് ഈ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു വന്നത്, ഈ മുറിയിലേക്ക്. അന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിടില്ല. കുമാർ വലുതാവുമ്പോൾ അവനും നിന്നെ ഇറക്കി വിടില്ല എന്ന് കുമാറിൻ്റെ അമ്മ മുർക്കിക്ക് വാക്ക് കൊടുത്തു. कुमार का मन भर आया पर वह मर्द था. उसकी आंखों का पानी आंखों में ही रहा. രാജവതി की आंखें चलक पड़ी. കുമാറിൻ്റെ മനസ്സ് നിറഞ്ഞു, കണ്ണുനീർ കണ്ണിൽ നിന്ന് തന്നെ നിന്നു. കാരണം അവനൊരു ആണായിരുന്നു. പക്ഷേ രാജവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രാജവതി എന്ന് പറയുന്നത് കുമാറിൻ്റെ അമ്മയുടെ പേരാണ്. मैंने तुझे कहा था ना औरत की जान न जाने कैसी जाती है. ये सब आ गई. इसका मुख खोई और बछड़ी जैसा था जब स्त्री के पास रहने के घर न हो. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞില്ല സ്ത്രീയുടെ ജീവിതം എങ്ങനെയൊക്കെയാണെന്ന്. മുറുക്കി വന്നപ്പോൾ അവളുടെ മുഖം കൂട്ടം തെറ്റിയ പശുകിടാവിനെ പോലെയായിരുന്നു. ഒരു സ്ത്രീക്ക് താമസിക്കാൻ വീട് പോലും ഇല്ലെങ്കിൽ ഡിപ്രഷനുള്ള ഫേസ് ആയിരിക്കും ഏത് പെണ്ണിൻ്റെ എന്ന് പറയുകയാണ്. മാതു ബെടി അച്ചി ഹേ അഗർ തേരി ജ കോയി ഔരത്ത് ഹോത്തി തോ. അപ്പോൾ അമ്മ വളരെ നല്ല സ്ത്രീയാണ്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലാന്ന് കുമാർ ചോദിക്കുകയാണ്. मैंने इस पर हसन नहीं किया था कुमार उसके काम का मोल चुकाया था. ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല കുമാറെ, അത് മറിച്ച് അവളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം കൊടുത്തു എന്നേ ഉള്ളൂ. അടുത്തത് उसके रूप को देखकर मैं कहती थी मुर्गी किसके कान में पड़ेगी. जब मुर्गी वापस आ गई मुझे कहने लगी माँ मुझे किसी ने कानों में पहना था और फिर उसके कान फट गए क्या जाने मेरा भोज ही ज्यादा हो. എന്താണ്, ഞാൻ അവളുടെ ഭംഗി കണ്ട് പറയുമായിരുന്നു. രാജവതി പറഞ്ഞാണ് ആരാണ് നിന്നെ അണിയുക എന്ന് മുറുക്കി മടങ്ങി വന്നതിന് ശേഷം പറഞ്ഞു. എന്നെ ആരോ ചെവിയിൽ അണിഞ്ഞു, പക്ഷെ എപ്പോഴോ അത് പൊട്ടി. എൻ്റെ ഭാരം അത്ര അധികമായിരുന്നിരിക്കണം എന്ന് മുറുക്കി തിരിച്ചു പറഞ്ഞു. കുമാർ की आंखें भर आई शायद मर्द जात की कोई लाज रखने के लिए. അപ്പോൾ കുമാറിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നു, പുരുഷവർഗത്തിൻ്റെ മാനം കാക്കാനായിരുന്നു. माँ इसलिए तुमने मेरी इस वर्षगांठ पर मुझसे प्रण लिया था कि मैं मुर्गी को उसके जीते जी कभी इस कोठरी में से नहीं निकालूंगा. കുമാറിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീര് വന്നു, പുരുഷവർഗത്തിൻ്റെ മാനം കാക്കാനെ. അതുകൊണ്ടാണല്ലേ അമ്മ എൻ്റെ ജന്മദിനത്തിൽ എന്നെ കൊണ്ട് മുറുക്കിയെ ഈ മുറിയിൽ നിന്നും ഇറക്കി വിടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്. हाँ कुमार इसलिए मैंने तुझसे प्रण दिया था. उसके मर्द ने जब उसके घर की चाबी उसके पल्ले से खोल ली थी. എന്താണ് അവരുടെ കുമാർ ഞാൻ അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചത്. അവളുടെ ഭർത്താവ് അവളുടെ വീടിൻ്റെ താക്കോൽ അവളിൽ നിന്നും കവർന്നെടുത്തിരുന്നു. അപ്പോൾ അവൾക്ക് ഈ മുറിയുടെ താക്കോൽ നൽകിക്കൊണ്ട് എന്താ പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ താക്കോൽ ആരും അവളിൽ നിന്ന് തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞു. मैंने इस कोठरी की चाबी उसको पकड़ाते हुए कहा था कि मेरे जीते जी कभी कोई तुझसे इस चाबी नहीं जीनेगा. और कुमार आज जब मैंने उसकी मरी को नहलाया इस कोठरी की चाबी उसके नेफे में खोसी हुई थी, उसके मांस से चिपक गई थी. इस चाबी ने उसकी देह पर जख्म कर दिया था पर उसने जीते जी इस चाबी को अपने मांस से
നഹി ഉത്താര മുർക്കി ബുലാക്കി ഏക് ഔരത്ത്. അപ്പം എന്താണ്, കുമാർ ഇന്ന് ഞാൻ അവളുടെ ശവശരീരം, അതായത് മുർക്കി മരിച്ചുപോയി, അവളുടെ ശവശരീരം കുളിപ്പിച്ചപ്പോൾ ഈ മുറിയുടെ താക്കോൽ അവളുടെ മാംസത്തിൽ ഒട്ടിപ്പിടിച്ച് പാവാടയിൽ ചരടിൽ കെട്ടിയിട്ടിരുന്നു. താക്കോൽ അവളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിരുന്നുവെങ്കിൽ അവളത് മാറ്റിയില്ല. മുർക്കി ബുലാക്കി ഒരു സാധാരണ പെണ്ണായിരുന്നു. രാജപതി ഐസക് रोई जैसे उसकी आंखों में मुर्गी के आंसू मिले हुए थे और सिर्फ मुर्गी के नहीं सारी औरत जाति के आंसू मिले हुए थे. അപ്പം എന്താ, രാജാവിൻ്റെ കരച്ചിലിൽ മുർക്കിയുടെ കണ്ണുനീർ കലർന്ന പോലെ അവർ കരയാൻ തുടങ്ങി. മുർക്കിയുടെ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും കണ്ണുനീർ ആ കരച്ചിലിൽ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് മുർക്കി ബുലാക്കിയുടെയുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് അമൃത പ്രീതം.